ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അച്ചു നന്ദ സ്റ്റോറീസ്. കൊല്ലം ആശ്രമ മൈതാനത്തിലൂടെ ഞാനിങ്ങനെ പോകുമ്പോഴത്തേക്ക് കണ്ട കാഴ്ചയാണ് കേട്ടോ. ആരെങ്കിലും കൊണ്ട് കളഞ്ഞതാണോ അതോ ഇറങ്ങി വന്നതാണോ എന്തോ അവൻ വഴി അറിയാതെ അവിടെയൊക്കെ പകച്ച് നിൽക്കുന്നത് ഞാൻ കണ്ടത്. അപ്പോൾ അത് കണ്ടിട്ട് എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഞാൻ അവിടെ കുറച്ച് നേരം നിന്നിട്ട് ഞാൻ പോകേണ്ട കാര്യത്തിന് പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് ഒരു ബിസ്ക്കറ്റ് വാങ്ങിയിട്ട് വന്നു. ബിസ്ക്കറ്റ് വാങ്ങിയിട്ട് വന്നപ്പോഴത്തേക്ക് ഇവനെ അവിടെയെങ്കിലും കാണുന്നില്ല. ഞാൻ ഗ്രൗണ്ട് ഫുള്ള് തപ്പി അവിടെ എങ്ങും കാണുന്നുണ്ടായിരുന്നില്ല. ഞാനങ്ങനെ ഇവൻ ആദ്യം കിടന്ന സ്ഥലത്ത് ഞാനൊന്ന് വന്ന് നോക്കിയപ്പോൾ ഭാഗ്യം അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഞാൻ ബിസ്ക്കറ്റ് പൊട്ടിച്ച് വെച്ച് കൊടുത്ത് നോക്കി. ബിസ്ക്കറ്റ് കൊടുത്തപ്പോഴത്തേക്ക് ബിസ്ക്കറ്റ് കഴിക്കാൻ ഇവനെ അറിയത്തില്ല. അങ്ങനെ എനിക്ക് മനസ്സിലായി നല്ല രീതിക്ക് ഫുഡ് കഴിച്ച് കിടന്നതാണ്. അപ്പോൾ ഇയാൾക്ക് ബിസ്ക്കറ്റ് അത്ര പരിചയമില്ലാത്തത് കൊണ്ടാണ് കഴിക്കാത്തത്. എന്തെങ്കിലുമൊക്കെ പേര് വിളിച്ചാൽ ചിലപ്പോൾ റിയാക്ട് ചെയ്തെങ്കിലോ എന്ന് കരുതിയിട്ട് ഞാൻ ജൂലിന്ന് വിളിച്ചു കേട്ടോ. ജൂലിന്ന് വിളിച്ചപ്പോഴത്തേക്ക് ഇയാൾ എൻ്റെ കൂടെ വരാനായിട്ട് റെഡിയായി നിൽക്കുമായിരുന്നു. അങ്ങനെ ഞാനിത് ഡോഗി റെസ്ക്യൂവിൽ പല ആൾക്കാരുമായിട്ട് കോൺടാക്ട് ചെയ്തു. അങ്ങനെ ഒരു മാഡം ഷീബ എന്ന് പറഞ്ഞൊരു മാഡം ഇങ്ങനെ FBയിൽ പോസ്റ്റ് ഇട്ടു. അതിൻ്റെ പിന്നാലെ നമുക്ക് ഒരുപാട് എൻക്വയറീസ് വന്നിട്ടുണ്ടായി. അതിൻ്റെ കൂട്ടത്തിൽ ഒരു റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫീമെയിൽ ആയിരുന്നു ആൾ. അപ്പോൾ കളഞ്ഞതിൻ്റെ പിറകിൽ ഞാനിങ്ങനെ നോക്കിയപ്പോൾ കളഞ്ഞ സ്ഥലം എന്ന് പറഞ്ഞാൽ ക്രൈംബ്രാഞ്ച് സൂപ്രണ്ടിൻ്റെ കാര്യാലയത്തിൻ്റെ താഴെ തന്നെയാണ് കൊണ്ടുവന്ന് കളഞ്ഞത്. കളഞ്ഞതാണോ ഇറങ്ങി വന്നതാണെന്ന് അറിയത്തില്ല. അവിടെ തന്നെയാണ്. അപ്പോൾ ഞാൻ സാറിനോട് കയറി അന്വേഷിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് ഒരു കാർ കൊണ്ട് നിർത്തിയിട്ട് കളഞ്ഞിട്ട് പോയി എന്നാണ് ആ സാർ പറഞ്ഞത്. ഇന്നലെയാണ് കളഞ്ഞിട്ട് പോയെന്നും പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ആളുടെ അടുത്തോട്ട് വീഡിയോ ആയിട്ട് ചെന്നപ്പോഴത്തേക്ക് ആൾ റിയാക്ട് ചെയ്തു കേട്ടോ. ക്യാമറയായിട്ട് നിൽക്കുമ്പോൾ പ്രൊവോക്ക് ആകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നോ കമാൻഡ് പറയുമ്പോഴത്തേക്ക് ആൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ബാക്കിലോട്ടായി. അപ്പോൾ ആൾ ഓടി പോകണ്ടല്ലോ. അപ്പോൾ വീണ്ടും അവിടെ റെസ്റ്റ് എടുക്കുന്നുണ്ടായിരുന്നു. അവർ വിട്ട് നിൽക്കുന്നതല്ലേ, അവർ ഓണറെ കാണാതെ വിഷമിച്ച് നിൽക്കുമ്പോഴത്തേക്ക് പാനിക്കാവും, സാധാരണയാണ്. അപ്പോൾ എനിക്ക് പിന്നെ ഇയാൾ നല്ല ടെൻഷനിലാണ്, ഫുഡ് കഴിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ എനിക്ക് പിന്നെ അവിടെ നിന്നൊട്ടും പോരാൻ തന്നെ തോന്നിയില്ല. ഞാൻ അങ്ങനെ പലരെയും കോൺടാക്ട് ചെയ്ത് തന്നെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴിക്ക് എന്തെങ്കിലും ഹിൻഡ് കിട്ടും എന്ന് തന്നെ വിചാരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴിക്കാണ് റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞില്ലേ ആ സാറിനെ വിളിക്കുന്നത്. സാറിൻ്റെ ഡോഗിനെ വേറൊരാൾക്ക് വളർത്താൻ ഏൽപ്പിച്ചതാണ്. ആ ഡോഗിനെ ഇതുപോലെ അവർ കൊണ്ട് കളഞ്ഞതാണോ സാറിനൊരു പേടി. ജൂലിന്ന് വിളിച്ചില്ലേ, ജൂലിന്ന് വിളിച്ചപ്പോൾ സാറിൻ്റെ ഡോഗിൻ്റെ പേര് ജൂലി എന്നാണ്. അതുകൊണ്ട് സാറിന് ഡൗട്ട് ഉണ്ട്, അതുകൊണ്ടൊന്ന് പോയി നോക്കുമോളേ എന്ന് പറഞ്ഞു. സാറിനെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഏകദേശം ഒരു ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി അങ്ങനെ തിരക്കാൻ പോയപ്പോഴത്തേക്ക് ആളെ അവിടെ കാണുന്നില്ല. അപ്പോൾ കുറച്ച് കുട്ടികൾ അവിടെ നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു. എന്നെക്കാളും മുന്നേ ആ സാർ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചാത്തന്നൂരിൽ നിന്നാണ് വന്നത്. അപ്പോൾ കുട്ടികളോട് ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്, എന്നെ ഒന്ന് വിളിക്കണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഒരു 10-15 മിനിറ്റിൽ ഞാൻ കുറച്ച് ഫ്രണ്ടിലോട്ട് എടുത്തപ്പോഴത്തേക്ക് തന്നെ കുട്ടികളെ വിളിച്ചിട്ടുണ്ട്. ചേച്ചി മുനീശ്വര അമ്പലത്തിൻ്റെ സൈഡിൽ താഴെയായിട്ടുള്ളൊരു റോഡുണ്ട്, ആ റോഡിൻ്റെ അവിടെയായിട്ട് താഴത്തെ വീട്ടിലോട്ട് ഇറങ്ങി പോകുന്നത് കണ്ടു എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ആ സാറും എന്നെക്കാളും മുന്നേ തന്നെ ആ സാർ ഓടുമായിരുന്നു കേട്ടോ. സാറ് ഇങ്ങനെ ഓടി അതിനടുത്ത് ചെന്നിട്ട് സാർ പേര് വിളിക്കുന്നുണ്ടായിരുന്നു. പേര് വിളിക്കുമ്പോഴത്തേക്ക് പുള്ളിക്കാരി അടുത്തോട്ടൊന്നും ചെല്ലുന്നില്ല. അങ്ങനെ അടുപ്പിച്ചെന്ന് കണ്ടപ്പോൾ ആ സാർ പറഞ്ഞു, മോളെ ഇത് എൻ്റെ കുഞ്ഞല്ല. പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് ആകെപ്പാടെ, ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ആ സാറിൻ്റെ ആയിരുന്നെങ്കിൽ അത്രയും നല്ലൊരു ഓണറെ നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഇതാണ് ആ സ്ഥലം കേട്ടോ. അപ്പോൾ ഇവിടെ കുട്ടികളെല്ലാവരും കൂടി നിന്നതുകൊണ്ട് തന്നെ ഇയാൾക്ക് എങ്ങോട്ട് പോകണമെന്ന് അറിയാൻ വയ്യായിരുന്നു. ആ സാറും എല്ലാവരും ഇങ്ങനെ നോക്കി തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ, എങ്ങോട്ട് ഓടുമെന്ന് അറിയാൻ വയ്യ. അപ്പോൾ ഞാനിങ്ങനെ അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. എങ്ങോട്ട് ഓടിയാലും നമുക്കിപ്പോൾ റെസ്ക്യൂവിൽ ആരെങ്കിലുമൊക്കെ വന്നാൽ തന്നെ ഇത് കാണിച്ചു കൊടുക്കണ്ടേ. അപ്പോൾ അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ഏകദേശം ഒരു 4-5 മണിയോടടുപ്പിച്ച് അത്രയും നേരം തന്നെ ഞാൻ അതിൻ്റെ കൂടെ തന്നെ ഇരിക്കുമായിരുന്നു. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് മുകളിലേക്ക് കയറിയിട്ട് റോഡിൻ്റെ സൈഡിൽ കൂടെ നടന്നപ്പോഴും ഞാൻ എൻ്റെ വണ്ടിയായിട്ട് പുറകിൽ ഞാനും മോളും ഉണ്ടായിരുന്നു. ബാക്കിയുള്ളവർക്ക് എപ്പോഴും കൂടെ വരാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ എനിക്ക് ഇവനെ വിടാൻ തോന്നിയില്ല. ഞാൻ നേരത്തെ ഒരു മാഡം FBയിൽ പോസ്റ്റ് ഇട്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ കോൺടാക്ട് ചെയ്തതിൽ ഒരു ചേച്ചി എനിക്ക് ദേവ് എന്ന് പറഞ്ഞ ഒരു സാറിൻ്റെ നമ്പർ തന്നു. അപ്പോൾ ഞാൻ അതിൽ കോൺടാക്ട് ചെയ്തപ്പോഴത്തേക്ക് ആദ്യം എടുത്തില്ല, തിരക്കുള്ള മനുഷ്യനല്ലേ. പിന്നെ 1-2 വട്ടം ഞാൻ ട്രൈ ചെയ്തപ്പോഴത്തേക്ക് കിട്ടിയപ്പോഴത്തേക്ക് എന്നോട് വീഡിയോസ് ഇടാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കുഞ്ഞിൻ്റെ വീഡിയോസ് ഇട്ട് കൊടുത്ത് ഏകദേശം 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെയാണെന്ന് തോന്നുന്നു അദ്ദേഹം എത്തിയിട്ട് പിന്നീട് ആളെ ക്യാച്ച് ചെയ്യാനുള്ള പരിപാടികളിലേക്കായിരുന്നു പോയത്. അപ്പോൾ ആദ്യം നമ്മളൊന്ന് സമന്വയിപ്പിച്ച് കൂടെ ചേർത്ത് നിർത്താമെന്നൊക്കെ വിചാരിച്ചപ്പോഴത്തേക്കും പുള്ളിക്കാരി ഇത്തിരി ഒന്ന് പേടിച്ചു. ട്രീറ്റ്സൊക്കെ കൊടുത്ത് കൂടെ നിർത്താനായിട്ട് അദ്ദേഹം നോക്കുന്നുണ്ടായിരുന്നു, പക്ഷേ നടക്കുന്നുണ്ടായില്ല. അങ്ങനെ പിന്നെ കൂടെ വന്ന ആളുടെ കയ്യിലോട്ട് ഇങ്ങനെ ബെൽറ്റ് കൊടുത്തു. ബെൽറ്റ് ഇടാനായിട്ട് നോക്കുമ്പോഴും പുള്ളിക്കാരി കുറച്ച് നല്ല പേടിച്ച് നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അവിടുത്തെ സൗണ്ടും ആളുകളെല്ലാം കൂടെ കണ്ടപ്പോഴത്തേക്ക് ആൾക്ക് നല്ല പേടിയായി. അങ്ങനെ ഓടാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഈ ദേവ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം കൂടെ പിന്നെ നെറ്റ് കൊണ്ട് എന്തെങ്കിലും നടക്കത്തുള്ളൂ, പിന്നെ ബെൽറ്റ് ഇടാനായിട്ട് നിൽക്കത്തില്ല. അങ്ങനെ അദ്ദേഹം കൂടെ നെറ്റ് കൊണ്ട് പുറകിൽ പോകുന്നുണ്ടായിരുന്നു. പുറകിൽ പോയിട്ട് അപ്പോൾ അവിടെ തന്നെ ഇങ്ങനെ മണപ്പിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. നെറ്റ് ഇട്ടാണ് പിന്നെ നമ്മൾ ക്യാച്ച് ചെയ്തത്. അദ്ദേഹം നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത്രയും സർവൈവ് ചെയ്യത്തില്ല എന്ന് അദ്ദേഹത്തിന് തോന്നി കാണുമായിരിക്കും. അതാണ് അദ്ദേഹം വന്ന് ഇത്രയും എഫേർട്ട് എടുത്ത് ഇവളെ നമുക്ക് പിടിക്കാൻ കഴിഞ്ഞത്. നെറ്റും കൂടെ ഇട്ടപ്പോഴത്തേക്ക് അവൾ നല്ല രീതിയിൽ പേടിച്ച് കരയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം അവളെ കൂളാക്കി. പിന്നെ അത് കഴിഞ്ഞിട്ട് ബെൽറ്റ് കഴുത്തിലൂടെ ഇടണമല്ലോ, അപ്പോൾ അത് ഇട്ടെങ്കിലല്ലേ നമുക്ക് പിന്നെ കൊണ്ടുപോകാൻ കഴിയത്തുള്ളൂ. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ വെച്ച് തന്നെ അദ്ദേഹം നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളല്ലേ, അപ്പോൾ അദ്ദേഹം ആ ബെൽറ്റ് കഴുത്തിലൂടെ ഇട്ട് കൊടുത്തിട്ട് ആളെ കൂളാക്കി പുറത്തിറക്കുകയാണ് ചെയ്തത്. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ പറഞ്ഞോട്ടെ, നമ്മളിൽ 10 പേരുണ്ടെങ്കിൽ അതിൽ 3 പേരും നമ്മുടെ മക്കളുടെ കൗതുകത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഒരു ഇഷ്ടം തോന്നിയിട്ടോ അങ്ങനെ എന്തെങ്കിലും, ചിലപ്പോൾ വീട് മാറുമ്പോഴത്തേക്കോ സാഹചര്യം ഇല്ലാഞ്ഞിട്ടോ അങ്ങനെ എന്തെങ്കിലും കൗതുകം കഴിയുമ്പോഴോ വീട് മാറുമ്പോൾ അതിനുള്ള സാഹചര്യം ഇല്ലെങ്കിലോ അങ്ങനെയൊക്കെ ഇതുങ്ങളെ കൊണ്ടൊന്ന് പുറത്ത് കളഞ്ഞിട്ട് പോകുക, ആരെങ്കിലും എടുത്തിട്ട് പോകുമെന്ന് വിശ്വസിച്ചോ അല്ലെങ്കിൽ അങ്ങ് ജീവിച്ചോളെന്ന് വിശ്വസിച്ചോ ഇല്ല. ഈ ബ്രീഡൊന്നും അങ്ങനെ ജീവിക്കത്തില്ല പുറത്ത്. നമ്മളുടെ നാടൻ നായ്ക്കുഞ്ഞുങ്ങളൊക്കെ അവർക്ക് നമ്മളുടെ അറ്റ്മോസ്ഫിയറുമായിട്ട് അവർ ഇണങ്ങി കിടക്കുന്നത്, അവർക്കറിയാം എങ്ങനെ ജീവിക്കണം, എവിടെ പോയാൽ ഫുഡ് കിട്ടും. പാവങ്ങളാണ്, ഒരുപാട് കല്യർ കിട്ടും. എന്നിരുന്നാൽ തന്നെയും ഇവർക്ക് നമ്മൾ അത്രയും നാൾ നമ്മൾ വീട്ടിലിട്ട് ഫുഡ് കൊടുത്തു, ഗേറ്റ് പൂട്ടിയിട്ട് വളർത്തിയിട്ട്
അങ്ങനെ പെട്ടെന്നൊരു ദിവസം കൊണ്ട് കളയുമ്പോൾ അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവരെങ്ങനെ എവിടെ നിന്ന് ഫുഡ് കിട്ടുമെന്ന് അറിയത്തില്ല. അവർക്ക് പറ്റില്ല, അങ്ങനത്തെ ഒരു അന്തരീക്ഷത്തിൽ ജീവിക്കാൻ അവർക്ക് പറ്റില്ല. പിന്നെ കുറേ ഇപ്പോഴത്തെ കോടതിയൊക്കെ പറയുന്നു തെരുവ് നായ്ക്കൾക്ക് ഫുഡ് കൊടുക്കരുതെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ ഉള്ള അതിൻ്റെ കൂടെ തന്നെ എഗ്രി ചെയ്ത് നിൽക്കുന്ന കുറച്ച് മാന്യനായിട്ടുള്ള ആൾക്കാരാണ് ഇങ്ങനത്തെ ഓരോ ചതികളും കാണിക്കുന്നത്. ഇതുങ്ങളെ കൊണ്ടുവന്ന് റോഡിൻ്റെ സൈഡിൽ ഇട്ടിട്ട് രാത്രി കാർ വിട്ട് പോവുക. അത്രയും നാൾ വീടിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട അവരൊക്കെ അച്ഛനും അമ്മേനെയും കൊണ്ട് കളയുമെന്നുള്ള കാര്യം തന്നെ എനിക്കറിയത്തില്ല. ഇങ്ങനെയുള്ള ആൾക്കാർ ഒരു മനസാക്ഷി ഉണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ പുറത്തുകൊണ്ട് കളയത്തില്ലല്ലോ. അല്ലെങ്കിൽ എത്രയോ റെസ്ക്യൂസ് ഉണ്ട്, അവരൊന്ന് വിളിച്ചു കഴിഞ്ഞാൽ അഡോപ്ഷൻ ആയാലും എന്തായാലും അവർ വന്ന് കൊണ്ടുപോകും. അത് ഇത്രയും കാലം ഇത്രയും സോഷ്യൽ മീഡിയയൊക്കെ ഇത്രയും ഉള്ള സമയത്തും ഇങ്ങനെ കൊണ്ട് കളയുമ്പോഴത്തേക്ക് അത് തീരെ മനസാക്ഷി ഇല്ലാത്തവർക്കേ കഴിയത്തുള്ളൂ എന്നാണ്. പിന്നെ ഇറങ്ങി വന്നതാണെങ്കിൽ ആൾ ഈ വീഡിയോ കണ്ട് ആൾക്ക് ഇതെവിടാണെന്ന് കണ്ടെത്താൻ കഴിയട്ടെ, അതെനിക്ക് പറയാനുള്ളൂ. ഇനിയുള്ളവരെങ്കിലും ഇങ്ങനെ ചെയ്യരുത്, ആരോടും ഒരു നായ്ക്കുഞ്ഞുങ്ങളോട് ഇങ്ങനെ കാണിക്കരുത്, കൊണ്ടൊന്ന് കളയാതിരിക്കുക. അവരെ നമ്മളെ കൂടെ ചേർത്ത് നിർത്തുക. അവർ നമ്മളെ ഇത്രയും നാൾ നമ്മളെ സ്നേഹിച്ച് നിൽക്കുന്നതാണ്. അപ്പോൾ നമ്മൾ അവരുടെ മരണം വരെ, അവരെ സ്വാഭാവികമായിട്ടുള്ള മരണം വരെ നമ്മൾ അവരുടെ കൂടെ തന്നെ ഉണ്ടാവുക. നമുക്ക് വേണ്ടിയിട്ടാണ് അവരൊരു ജീവിതകാലം മുഴുവൻ മാറ്റി വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. ഇപ്പോൾ അവളെ രക്ഷിച്ച് കഴിഞ്ഞപ്പോൾ കൊണ്ടുപോകാമെന്ന് പറഞ്ഞവരെ ഒരുപാട് കോൺടാക്ട് ചെയ്ത് നോക്കി, പക്ഷേ അവർക്ക് ഒരുപാട് ദൂരെയായിരുന്നു. അപ്പോൾ ഇന്ന് രാത്രി നമ്മൾ അവളെ എവിടെയെങ്കിലും സേഫായിട്ട് നിർത്തണം. പക്ഷേ അങ്ങനെ ഒരു സ്ഥലം അപ്പോൾ കിട്ടിയില്ല. അപ്പം ഈ ദേവ് എന്ന് പറഞ്ഞ ആൾ തന്നെ പറയുണ്ടായി പുള്ളി കൊണ്ടുപോയിക്കോളാം. അങ്ങനെ ആൾ കൂടെ കൂട്ടുകയാണ് ചെയ്തത്. എനിക്കതിൽ ആദ്യം ഒരു മിസ്സിങ് വന്നായിരുന്നു, അവൾ പോവുകയാണല്ലോ എന്നോർത്തിട്ട്. കാര്യം ഒരു ദിവസം മുഴുവനും അവൾ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ പോയപ്പോഴത്തേക്ക് എന്തോ ഒരു വിഷമം തോന്നിയായിരുന്നു. അപ്പോൾ എന്നാലും സുരക്ഷിതമായിട്ടുള്ള കൈകളിലെത്തിയല്ലോ, ഇനി അവൾക്ക് നല്ലൊരു ജീവിതം അദ്ദേഹം ആരെങ്കിലും അഡോപ്ഷന് ഇട്ടിട്ട് അദ്ദേഹം കൊടുക്കും എന്നെനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അല്ലെങ്കിൽ അത്ര റിസ്ക് എടുത്ത് അദ്ദേഹം വരത്തില്ലല്ലോ. അങ്ങനെ അവൾ പോയി. അങ്ങനെ ഞങ്ങളും കുറച്ച് നേരം അവളുടെ വണ്ടി ഫോളോ ചെയ്തിട്ട് ഇങ്ങനെ അവൾ പോകുന്നത് നോക്കി അവൾക്ക് നല്ലൊരു ലൈഫ് കിട്ടട്ടെ എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചിട്ട് ഞങ്ങളും തിരിച്ചു വരികയാണ് ചെയ്തത് കേട്ടോ. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്, എന്നെക്കൊണ്ട് ഇത്രയെങ്കിലും കഴിഞ്ഞല്ലോ. ചിലപ്പോൾ ദൈവം ഇതിൻ്റെ ഫലം എൻ്റെ കുഞ്ഞിന് കൊടുക്കുമായിരിക്കും. എനിക്കത്രയും മതി. ഇങ്ങനെയുള്ളതിൻ്റെ നല്ല വശങ്ങൾ എൻ്റെ കുഞ്ഞിന് കിട്ടട്ടെ എന്ന് മാത്രമാണ്. പിന്നെ എന്നിലൂടെ എൻ്റെ കുഞ്ഞിത് കണ്ട് പഠിക്കുന്നെങ്കിൽ അവളും പഠിച്ചോളട്ടെ. ഓക്കെ, ടാറ്റ.